ഹലോ, നമുക്കിന്നൊരു പാവയ്ക്കത്തോരൻ വെച്ചാലോ? പാവയ്ക്ക എടുത്ത് ഇതുപോലെ കുനുകുനാന്നരിഞ്ഞിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഉടനെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതും കൂടെ നന്നായിട്ട് അരിയണം. അപ്പം സബോള എടുക്കരുത്, ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് തിരുമുക. ഇതുപോലെ തിരുമ്മി കഴിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നതുണ്ടോ, ഇതുപോലെ കുറച്ചധികം തേങ്ങ വേണം. അധികം തേങ്ങ എടുത്ത് നന്നായിട്ട് ചിരണ്ടി എന്നിട്ട് ഈ പാവയ്ക്ക ഉപ്പ് കൂട്ടി ശരിക്ക് പിഴിയണം. ശരിക്ക് പിഴിഞ്ഞ് ഈ തേങ്ങയ്ക്കകത്തേക്കിട്ട് ഉപ്പ്, മുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് കടുക് മൂപ്പിക്കുക. കടുക് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കരുത്. എന്നിട്ട് ഇതുപോലെ അടുപ്പിൽ വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റ്. മൺചട്ടിയിൽ അടുപ്പിൽ നന്നായിട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മൾ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണല്ലോ അത് ഇളക്കി വെച്ചിരുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല ടേസ്റ്റായിട്ട് ചെറിയ തീയിലിരുന്ന് വേണം വേവാൻ. അപ്പം നന്നായിട്ട് വേവുകയും ചെയ്യും. അതുപോലെ നല്ല വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.